ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചു. ഇനി 3-ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഫിഖിലെ രണ്ടാമത്തെ പാഠം നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് നിസ്കാരം എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്ത നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. നിസ്കാരത്തിൽപ്പെട്ടതും എന്നാൽ അത് കൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. അഥവാ നിസ്കാരത്തിൽപ്പെട്ട കാര്യമാണ്, അതില്ലാത്ത നിസ്കാരം ശരിയാവുകയില്ല. ഇതിനാണ് ഷർത്തുകൾ എന്ന് പറയാം. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 എണ്ണമാണ്. ജീവിതകാലം മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആ ഗൗരവത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. 1, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. 2 അശുദ്ധികളാണുള്ളത്, വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും. ചെറിയ അശുദ്ധിയാണെങ്കിൽ നമുക്ക് വുളു ചെയ്താൽ അതിൽ നിന്ന് ശുദ്ധിയാവും. എന്നാൽ വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കുക തന്നെ ചെയ്യണം. അടുത്തത് നജസിൽ നിന്ന് ശുദ്ധിയാവുക. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ പോകുന്ന രീതിയിലായിരിക്കണം അത് കഴുകേണ്ടത്. ഔറത്ത് മറക്കുക. സ്ത്രീൻ്റെ ഔറത്തും പുരുഷൻ്റെ ഔറത്തും കൃത്യമായി നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. സമയമാവുകയും ആയെന്നറിയുകയും ചെയ്യുക. പിന്നെ ഖിബിലക്ക് മുന്നിടുക. ഓക്കെ, ഇത്രേ നമുക്ക് ഈ പാഠത്ത് പഠിക്കാനുള്ളൂ. 5 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ എക്സസൈസുകളൊന്ന് നമുക്ക് നോക്കാം. നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്താണ്? നിസ്കാരത്തിൽപ്പെട്ടതും എന്നാൽ അതില്ലാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങൾക്കാണ് ഷർത്ത് എന്ന് പറയാം. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 എണ്ണമാണ്. അത് 5 എണ്ണവും ഇവിടെ എഴുതാനുണ്ട്. നിങ്ങൾ കാണാതെ പഠിക്കുക, അത് ഇതിലേക്ക് പകർത്തി എഴുതട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. ചെറിയ പാഠമാണ്. 5 എണ്ണം പഠിച്ചാൽ ഈ പാഠം കഴിഞ്ഞു. അസ്സലാമു അലൈക്കും.